പോയി നാടൻ ഫിഷിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം കൂട്ടുകാരെ നമുക്ക് വല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മീൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്കതിപ്പം നേരെ കുതിരയിൽ കൊണ്ട് കൊടുക്കാം. വിട്ടുകൊണ്ട് കഴിഞ്ഞാൽ അപ്പം ചത്തു പോകാനാണ് അതൊന്നുമല്ല. വൈറ്റ് കിട്ടിയ മീനിലേക്ക് നമ്മൾ എടുത്തപ്പോഴത്തേക്കും കൊമ്പ് ഒടിച്ച് വെച്ചിരിക്കുന്നു. അപ്പം അത് അധികം നേരം കിടക്കത്തില്ല, കാര്യം. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് പോകാം. നമ്മുടെ ഒരു കാര്യം ചത്തുപോയി ഇതുണ്ട്. ഇത് കൊമ്പൊടിച്ച് എഴുതുണ്ട്. അതുകൊണ്ടായിരിക്കണം ചത്തുപോയത്. ഈ കൊമ്പൊടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ പോയി കാര്യം. എന്തായാലും നമുക്ക് ബാലൻസ് നിന്ന് എടുക്കാം. പോയി സാധനം നമുക്ക് അതിനകത്ത് 2-3 വരാല് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ കൊമ്പ് തന്നെ കൊണ്ടിട്ട് അതിൻ്റെ അല്ലേ പിന്നെ ചാക്കിനകത്തോട്ട് മാറ്റിയിട്ട് കൊണ്ടുപോകാം. ഒരു കല്ലടമുട്ടിയുണ്ട്, ഒരു കല്ലടമുട്ടി. ഇനി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. അത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുക. ഈ ഫ്രിഡ്ജ് 2 ഇരിപ്പുണ്ട് ചത്തത്. ഇത് വേണ്ട, ഇതുണ്ട്, അതിൻ്റെ പൂക്കുണ്ട്. വേണ്ട പൂക്കുണ്ട്. ഇങ്ങനെ ഇതുപോലെ കഴിഞ്ഞ വരെ കീറുന്ന പറയുന്നത്. ഇവിടെ കിടക്കട്ടെ, ഇതൊന്നും കൊടുക്കണ്ട. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുവാണ്. മാറ്റിയിട്ട് നമുക്ക് ചാക്കിനകത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറിയ ചാടി നമ്മുടെ ഇടപാടില്ല. പെറുക്കി മരമൊക്കെ ഒഴിവാക്കി കളയാം.
കൂട്ടുകാരെ നമ്മളിത് ഇന്ന് കൊടുക്കുന്നത് നസ്രത്ത് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഘമാണ്. അപ്പം നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ആള്. വന്നപ്പോൾ കിടക്കുന്നുണ്ടോ ഒരു സാധനം ഉണ്ടോ? ഇത് കണ്ടോ, അടിപൊളി കൊഞ്ച് കരിമീൻ. അത് കരിമീൻ അവിടെ ചെത്തുന്നുണ്ടോ? അത് കണ്ടോ, എല്ലാം സ്വന്തം പരിപാടിയല്ലേ. തൊഴിലാളികളുടെ സാധനം. തൊഴിലാളികളുടെ സാധനം ഇവിടെ വന്ന് മീൻ പോയിട്ട് വാങ്ങിച്ചോണം പറയാം കേട്ടോ. അത് പ്രത്യേകം പറഞ്ഞു. അണ്ണൻ പറഞ്ഞെല്ലാം റിക്കാർഡാണ്, കുഴപ്പമില്ല. ജീവനുള്ള കരിമീനായിരുന്നു. അതെ, ചേട്ടന വയ്ക്കും. എല്ലാം നല്ല ക്ലീനാക്കി കൊടുക്കും. നല്ല സൈസ് കരിമീനാണ് കിടക്കുന്നത്. കക്കാർത്തി ആർക്കും തൂക്കി പടയ്ക്കുന്ന സാധനം ഇരുന്നു കണ്ടോ, കയ്യിൽ നിന്ന് തെന്നിപ്പോന്നു. അവൻ പടച്ച് ആടുന്നു. ഈ കൊട്ടങ്ങൾ വെച്ചാൽ മതി. ഈ കൊട്ടങ്ങൾ വെച്ചാൽ പോലെ വരാനുണ്ട്. ഉണ്ട്. ബിരിയാണോ? നോക്കിയാ കാര്യം പറിക്കലാണ്. വരാല് ചെറിയ കുമ്പി ഓടിച്ചു. ചെറിയ കുമ്പ് ഓടിച്ചു ഉണ്ടോ? കാലി ഇതെല്ലാം ഈ വരെല്ലാം അതിന്റെ കൂടെ പോത്തിലാണോ? പിന്നെ കിട്ടും. ഓക്കെ എവിടെയാ കോട്ടയില് അഞ്ചു കൊള്ളാം. ഞാനവിടെ പേപ്പർ അഞ്ചു കൊള്ളാം. ആ
ഇത് ഒരു കിലോ കേട്ടോ പരാല്. നമുക്കിത് ഈ കാരിയുടെ വെയിറ്റ് ഒന്ന് നോക്കാം എത്ര ഗ്രാം ഉണ്ടെന്ന്. യൂട്യൂബ് ആയിരിക്കില്ലേ. 350 ഗ്രാം ഉണ്ട് ഒരു കാരി. ഇതിനുള്ള സാധനം 350 ഉണ്ടല്ലേ? ഒരു കാരി കിടക്കുന്ന കാര്യല്ലേ? പടയ്ക്കുന്ന കാരി നമ്മളിപ്പം പിടിച്ചോണ്ട് വന്നാണ്. വരാല്ലേ കാണിക്കുന്നു. വരാല് തൂക്ക്. കൂട്ടുകാരുടെ നമുക്ക് കാരിക്ക് 330 രൂപ വെച്ച് കിട്ടി. വരാൽ ചെറുത് 220 രൂപ. ഇതാണ് നമുക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ്. അപ്പം ടോട്ടൽ 2167 രൂപ. $1,100 ഇതന്നെ 100 ഇതിൻ്റെ സംഭവം. അത് നമ്മുടെ സംഘത്തിന്റെ വിഹിതം. നമ്മുടെ സംഘമല്ലേ. അപ്പം മെമ്പർമാർക്ക് 10 രൂപ വെച്ചു, 110. അല്ലാത്തവർക്ക് നമ്മൾ 5 രൂപ വെച്ച് പിടിക്കും. അതിന്റെ ഒരു വീതം. അല്ല ഞാൻ ചോദിച്ചു, നമുക്ക് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ. ഓക്കെ. അപ്പം കൂട്ടുകാരെ നമ്മളിത് ആദ്യമായിട്ടാണ് ഈ സംഘത്തിൽ വന്നത്. സംഘം തുടങ്ങിയിട്ടാണ്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. നല്ല പേര് പ്രവീൺ. അപ്പം നമ്മളിത് ഇവിടെ കൊടുത്തു. ആണോ? നമ്മുടെ VN വാസനാണ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് നേരെ പോയേക്കാം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നമ്മുടെ ഈ ചെറിയ കുഞ്ഞ് കട ഒന്ന് നല്ല രീതിയിൽ ആയിക്കൊണ്ട് വരണം. കാരണം അത് പിന്നെ ഞാൻ ചോദിച്ചാൽ ഇത് ശകലം ഉള്ളിലോട്ട് കയറിയായിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് നസ്രാത്ത് പള്ളി. അതായത് കുമരകത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ ഇവിടെ ബസ് റൂട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ നേരെ നമ്മൾ വിട്ടുപോകാം.